ഹരി ഓം. ഇന്ന് നവരാത്രി 5-ാമത്തെ ദിവസമാണ്. നമുക്ക് പാർവതി ദേവിയെ ധ്യാനിക്കാം. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ഇന്ന് നവരാത്രി, ഇന്ന് വെള്ളിയാഴ്ചയുമാണ്. നമുക്ക് ശ്രീ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് അഷ്ടലക്ഷ്മി സ്തോത്രമാണ്. എല്ലാവർക്കും, എല്ലാ യോഗ ബന്ധുക്കൾക്കും എല്ലാ ഐശ്വര്യവും നേടുന്നു. സുമനസ വന്ദിത സുന്ദരി മാധവി ചന്ദ്ര സഹോദരി ഹേമമയേ മുനിഗണവന്ദിത മോക്ഷപ്രദായിനി മഞ്ജുള ഭാഷിണി വേദനുദേ പങ്കജവാസിനി ദേവസുപൂജിത സദ്ഗുണവർഷിണി ശാന്തിയുദേ ജയ ജയ മധുസൂദന കാമിനി ആദിലക്ഷ്മി സദാ പാലയ മാം. ആദിലക്ഷ്മി സദാ പാലയ മാം. ഐകലി കൽമഷനാശിനി കാമിനി വൈദിക രൂപിണി വേദമയേ ക്ഷീരസമുദ്ഭവ മംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുതേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിത പാദയുതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധാന്യലക്ഷ്മി സദാ പാലയ മാം. ധാന്യലക്ഷ്മി സദാ പാലയ മാം. ജയവരവർണിനി വൈഷ്ണവി ഭാർഗവി മന്ത്രസ്വരൂപിണി മന്ത്രമയേ സുരഗണപൂജിത ശീഘ്രഫലപ്രദ ജ്ഞാനവികാസിനി ശാസ്ത്രനുദേ ഭവഭയഹാരിണി പാപവിമോചിനി സാധുജനാശ്രിതപാദയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധൈര്യലക്ഷ്മി സദാ പാലയ മാം. ധൈര്യലക്ഷ്മി സദാ പാലയ മാം. ജയ ജയ ദുർഗതിനാശിനി കാമിനി സർവഫലപ്രദശാസ്ത്രമയേ രഥഗജതുരകപതാതി സമാവൃത പരിജനമണ്ഡിതലോകനുതേ ഹരിഹര ബ്രഹ്മസുപൂജിത സേവിത താപനിവാരിണി പാദയുതേ ജയ ജയ ഹി മധുസൂദന കാമിനി ഗജലക്ഷ്മി സദാ പാലയ മാം. ഗജലക്ഷ്മി സദാ പാലയ മാം. ഐഗവാഹിനി മോഹിനി ചക്രിണി രാഗവിവർദ്ധിനി ജ്ഞാനമയേ ഗുണഗണവാരിധി ലോകഹിതൈഷിണി സ്വരസപ്തഭൂഷിത ഗാനസുദേ സകല സുരാസുരദേവ മുനീശ്വര മാനവവന്ദിത പാദയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി സന്താനലക്ഷ്മി സദാ പാലയ മാം. സന്താനലക്ഷ്മി സദാ പാലയ മാം. ജയ കമലാസിനി സദ്ഗതിദായിനി ജ്ഞാനവികാസിനി ഗാനമയേ അനുദിനമർച്ചിത കുങ്കുമധൂസര ഭൂഷിതവാസിതവാദ്യനുതേ കനകധരാസുതി വൈഭവ വന്ദിത ശങ്കര ദേശിക മാന്യപദേ
जय जय हे मधुसूदन कामिनि विजयलक्ष्मी सदा पालय माम् विजयलक्ष्मी सदा पालय माम् प्रणत सुरेश्वरि भारति भार्गवि शोकविनाशिनि रत्नमये मणिमय भूषित कर्णविभूषण शान्ति समावृत हास्यमुखे नवनिधिदायिनि कलिमलहारिणि कामिद फलप्रद हस्तयुते जय जय हे मधुसूदन कामिनि विद्यालक्ष्मी सदा पालय माम् विद्यालक्ष्मी सदा पालय माम् धिमि धिमि दिन धिमि दिन धिमि दिन दिमि दुन्दुभिनाद सुपूर्णमये कुम कुम कुङ्कुम 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 शङ्खनिनाद सुवाद्यनुदे वेदपुराणेतिहासु सुपूजित वैदिक मार्ग प्रदर्शयुदे जय जय हे मधुसूदन कामिनि धनलक्ष्मी रूपिणि पालय माम् धनलक्ष्मी रूपिणि पालय माम् आदिलक्ष्मि सदा पालय माम् धान्यलक्ष्मि जय पालय माम् धैर्यलक्ष्मि सदा पालय माम् गजलक्ष्मी जय पालय माम् सन्तानलक्ष्मि सदा पालय माम् विजयलक्ष्मि जय पालय माम् विद्यालक्ष्मि सदा पालय माम् ധനലക്ഷ്മി ജയ പാലയ മാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സങ്കടമോചന ഗണയുടെയും നവരാത്രി ആശംസകൾ. നവരാത്രി കാലം എന്ന് പറയുമ്പോൾ കന്യമാസത്തിലെ നവരാത്രി കാലമാണ് ദേവി ഉപാസനയ്ക്കും പൂജയ്ക്കും ഏറ്റവും വിശിഷ്ടമായ കാലയളവ്. ദേവിയെ ആദിപരാശക്തിയെ 9 ഭാവങ്ങളിലായിട്ട് നമ്മൾ ഈ 9 നവരാത്രി ദിനങ്ങളിൽ ദേവിയെ പൂജിക്കുന്നു. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ഠ, കുഷ്മാണ്ഡ ദേവി, സ്കന്ദമാതാദേവി, കാർത്യായനി ദേവി, കാളരാത്രി ദേവി, മഹാഗൗരി, സിദ്ധിദാത്രി, ഇങ്ങനെ 9 രൂപങ്ങളിൽ ദേവിയെ നമ്മൾ ഉപാസിക്കുകയും 10ാം ദിവസം സരസ്വതി പൂജയോടുകൂടി വിദ്യാരംഭത്തിന് നമ്മൾ തുടക്കം, എല്ലാത്തിൻ്റെയും വിദ്യാരംഭത്തിന് തുടക്കം കുറിക്കുന്നു. അങ്ങനെ ഈ നവരാത്രി കാലയളവ് നമ്മുടെ മനസ്സിലെ അജ്ഞതയെ അകറ്റുന്നതിനും അന്ധകാരത്തെ എല്ലാം മാറ്റി പ്രകാശവും വെളിച്ചവും നമുക്ക് ദേവി പ്രദാനം ചെയ്യുകയാണ്. ഇന്ന് അതിൽ 5ാമത്തെ ദിനമാണ്, നവരാത്രിയിലെ 5ാമത്തെ ദിനം. 5ാമത്തെ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കന്ദമാത രൂപത്തിലാണ് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്. സ്കന്ദമാതാവെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്കന്ദൻ നമ്മൾ കാർത്തികേയ സുബ്രഹ്മണ്യസ്വാമി, ആ സുബ്രഹ്മണ്യസ്വാമിയെ മടിയിലിരുത്തിക്കൊണ്ടുള്ള ആ ഭഗവതിയുടെ ആ മാതൃപ്രേമഭാവത്തിലുള്ള രൂപമാണ് ഇന്ന് നമ്മൾ ആ സങ്കല്പത്തിലാണ് ദേവിയെ പൂജിക്കുന്നത്. ദേവി അങ്ങനെ 4 കൈകളോടുകൂടി, വലത് കയ്യിൽ ഒരു കയ്യിൽ 6 മുഖങ്ങളോടുകൂടിയ കാർത്തികേയന് മടിയിൽ താങ്ങിക്കൊണ്ട് ഒരു കയ്യിൽ വലത് കയ്യിൽ താമരപ്പൂവും ഇടത് കയ്യിൽ ഒന്നിൽ പരമുദ്രയും മറ്റേ കയ്യിൽ താമരപ്പൂവുമായിട്ട് സിംഹാരൂഢയായി വരപ്രദായിനിയായി മാതൃപ്രേമഭാവത്തിലിരിക്കുന്ന സ്കന്ദമാതാവ് വളരെ നമുക്ക് എല്ലാ ദാമ്പത്യത്തിനും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിനുമൊക്കെ വിവിധ ക്ഷേമ ഐശ്വര്യങ്ങൾക്കുമൊക്കെ സ്കന്ദമാതാവിനെ പൂജിക്കുന്നത് ഏറ്റവും വിശിഷ്ടകരമാണ്. ചൊവ്വാദോഷമുള്ളവർക്ക് ഈ രൂപത്തിലുള്ള ഭഗവതിയെ ഭജിച്ചാൽ അതിൽ നിന്ന് ശാന്തി ലഭിക്കുന്നതാണ്. അങ്ങനെ ആ സ്കന്ദമാതാവിനെ ഭജിക്കേണ്ട മന്ത്രം ഇതാണ്: സിംഹാസനഗദാ നിത്യം പത്മാശ്രിതാ കരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഓം ദേവി
സ്കന്ദമാതായൈ നമഃ. അങ്ങനെ ഇന്ന് നമ്മൾ ഈ 5-ാം ദിനത്തിൽ സ്കന്ദമാതാവിനെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഷ്ടൈശ്വര്യങ്ങളും നമുക്ക് നേടാം. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എനിക്ക് ഈ അവസരം തന്ന ഞങ്ങളുടെ ഗണാധ്യക്ഷനും അതുപോലെ SPYSSനും എല്ലാം നന്ദി പറയുന്നു. ഈ എന്നെ ശ്രമിച്ച് കേട്ടിരുന്ന എല്ലാ യോഗബന്ധുക്കൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവത് ദേവിയുടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.